ഇപ്പോൾ ലഭിക്കുന്നൊരു വാർത്തയിലേക്ക് ഈ KPCC നേതൃത്വം DGP കൈമാറിയ പരാതി, ആ പരാതി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് DGP കൈമാറിയിട്ടുണ്ട് എന്ന വാർത്തയിലേക്കാണ് സിജോ വി ജോൺ ചേരുന്നവരുമായി. സിജോ, ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഏതാനും സമയം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴാണ് ഈ നിർണായക നീക്കം. ഇത് എന്ത് ലക്ഷ്യം വെച്ചാണ്? ഇതിന്റെ നിയമപരമായ സാങ്കേതികപരമായ നടപടികളിൽ നിന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും അജിംസ് പറഞ്ഞതുപോലെ തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന തൊട്ടു മുമ്പാണ് ഇതൊരു കാര്യം വന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ DGPക്ക് ലഭിച്ചിരിക്കുന്ന പരിപാടി, ഈ പരാതി അത് കൃത്യമായി തന്നെ പരിശോധിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനാണ് ഈ SITക്ക് ഈ പരാതി കൈമാറുകയും ചെയ്തിരിക്കുന്നത്. ഇനി SIT സംഘം ഇത് വിശദമായി പരിശോധിക്കും. അതിനുശേഷം ഇതിൻ്റെ തുടർ നടപടികളിലേക്ക് പോകും. ഈ പരാതി നൽകിയ ആളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പരാതിയിൽ തന്നെ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ ക്രൈംബ്രാഞ്ച് സംഘം നേരത്തെ ഇവരുമായി സംസാരിച്ചിരുന്നുള്ളത്. അപ്പോൾ നേരത്തെ ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണെന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇവരെ അതിവേഗം തന്നെ കണ്ടെത്തുക, ഇവരുടെ മൊഴി രേഖപ്പെടുത്തുക, അതിനുശേഷം നൽകുന്ന തെളിവുകൾ പരിശോധിക്കുക. ഇതെല്ലാം വ്യക്തമാണെന്നുണ്ടെങ്കിൽ, കൃത്യമാണെന്നുണ്ടെങ്കിൽ കേസെടുത്ത് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ DGP പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ കേസുകൾ വന്നാൽ സ്വാഭാവികമായും രാഹുലിനെതിരായിട്ടുള്ള കുരുക്ക് കൂടുതൽ മുറുകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും പുതിയ കേസുകൾ വന്ന കാര്യവും ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അതും വലിയ തിരിച്ചടിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറാനുള്ള സാധ്യതയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. ശരി, എന്തായാലും ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, KPCC നേതൃത്വം കൈമാറിയ പരാതി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പരാതിയിൽ തന്നെ ക്രൈംബ്രാഞ്ച് തന്റെ വിവരങ്ങൾ നേരത്തെ തന്നെ ശേഖരിച്ചതാണെന്ന് ഈ അതിജീവിത പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരാതിക്കാരി എളുപ്പത്തിൽ പ്രത്യേക അന്വേഷണത്തിന് കണ്ടെത്താൻ കഴിഞ്ഞേക്കും. അങ്ങനെയെങ്കിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് പുതിയ പരാതി സംബന്ധിച്ച വിവരങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കുറെ കൂടി ഗൗരവമുള്ള ഒരു പരാതി കുറ്റാരോപിതനെതിരെ ഉണ്ട് എന്ന് പ്രോസിക്യൂഷന് കോടതിയിൽ വാദിക്കാൻ കഴിഞ്ഞേക്കും. ആദ്യത്തെ പരാതിയിലെ FIRൽ റേപ്പ്, ബലാത്സംഗം സംബന്ധിച്ച വകുപ്പിട്ടിട്ടുണ്ടെങ്കിലും ആ പരാതിയിലെ FIRൽ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്നാൽ പുതിയ പരാതിയിൽ താൻ ബലാത്സംഗം നേരിട്ടു, റേപ്പിന് വിധേയയായി എന്ന് തന്നെയാണ് പരാതിയിലുള്ളത്. അങ്ങനെയെങ്കിൽ അതിൽ അതിജീവിതയെ കണ്ടെത്തി ഒരു FIR ഇടാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷയെ നിർണായകമായി സ്വാധീനിക്കും. അതല്ല, ഇങ്ങനൊരു പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം പോലും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ അത് സാരമായി ബാധിക്കും എന്നുള്ളത് ഈ ഘട്ടത്തിൽ നിർണായകമാണ്.